ഗതികേടിലായി കോതമംഗലം പുന്നേക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ആന വാച്ചർമാർക്ക് ശമ്പളം കിട്ടാതെയായിട്ട് 6 മാസത്തോളമായെന്നാണ് പരാതി. ജീവൻ പണയം വെച്ച് രാവും പകലും ജോലി ചെയ്യുന്ന തങ്ങൾക്ക് ശമ്പളം നൽകണമെന്നും സുരക്ഷിതമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ 5 വർഷക്കാലമായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പുന്നേക്കാട് മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. പരാതികൾ വർദ്ധിച്ചതോടെയാണ് പുന്നേക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിനു കീഴിൽ 6 വാച്ചർമാരെ നിയമിച്ചത്. നിയമനം ലഭിച്ച ആദ്യ നാളുകളിൽ കൃത്യമായ ശമ്പളം ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് തുകയിൽ കുറവ് വരികയും ഉള്ള കാശ് ലഭിക്കാൻ കാലതാമസം നേരിടുകയും ചെയ്തെന്നാണ് വാച്ചർമാരുടെ പരാതി. ജീവൻ പണയം വെച്ചാണ് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഇവർ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത്. പെരിയാറ് കടന്നെത്തുന്ന ആനകളെ തുരത്താൻ പടക്കവുമായി വാച്ചർമാർ വനാതിർത്തികളിൽ സദാ ജാഗരൂകരാണ്. പുഴ കടന്നെത്തുന്ന ആനകൾ ചിലപ്പോൾ ദിവസങ്ങളോളം ജനവാസ മേഖലകളിൽ തമ്പടിക്കാറുണ്ട്. ഇവയെ വനപാലകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടുന്നതുവരെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആനവാച്ചർമാർ ജോലി ചെയ്യേണ്ടി വരും. ജീവൻ പണയം വെച്ച് രാവും പകലും ജോലി ചെയ്യുന്ന തങ്ങൾക്ക് ശമ്പളം നൽകണമെന്നും സുരക്ഷിതമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നും ആനവാച്ചർ ജോളി ഐസക് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായി ആനയുടെ ശല്യം രൂക്ഷമാണ്. ആനവാച്ചർമാരായിട്ടാണ് ഞങ്ങൾ ജോലിക്ക് കയറിയ സമയത്ത് ഞങ്ങൾക്ക് 18,000 രൂപ വരെ ശമ്പളം പ്രതിമാസം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 6 മാസത്തോളം ജോലി ചെയ്തിട്ട് ഒരു മാസം 7 ദിവസത്തെ വേതനം വീതം തന്ന് ഞങ്ങളെ ഒഴിവാക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ 6 മാസമായിട്ടും ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കിട്ടും എന്ന് പറയുകയല്ലാതെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. കാരണം രാത്രി ആന ഓടിക്കണം, പകലും ആന ഇറങ്ങുന്നത് കൊണ്ട് രാത്രിയും പകലും ഒരുപോലെ ജോലി ചെയ്യേണ്ട അവസ്ഥ, ജോലിഭാരം കൂടുതലാണ്. അപ്പോൾ ഇത് ഒരു പരിഹാരം ഇതുവരെയും ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടാകുന്നില്ല. തികച്ചും അവർ ഞങ്ങളെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും അധികം രാവും പകലും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്. അതിർത്തി കാക്കുന്ന ജവാന്മാരെ പോലെ ജനവാസ മേഖലയ്ക്ക് കാവൽ നിൽക്കുന്ന വാച്ചർമാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കണമെന്നും വനം വകുപ്പ് അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ ഉണ്ടാകുമെന്നും കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടലിനേക്കാളും കൂടുതലായിട്ട് രാത്രി കാലങ്ങളിൽ ആനവാച്ചേഴ്സാണ് സത്യത്തിൽ അതിർത്തി കാക്കുന്ന ജവാന്മാരെ പോലെ ഈ രാത്രി കാലങ്ങളിൽ ആനകളെ ഉറക്കമളച്ച് നാട്ടുകാരുടെ കൂടി സഹകരണത്തോടു കൂടി ഈ ആനകളൊക്കെ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്നത്. പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഈ പാവപ്പെട്ട ആനകൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഇവർ ഈ രാത്രി ഉറക്കമുളച്ച് രാത്രിയും പകലും ഇവർ ആവശ്യം വന്നെങ്കിൽ ഇവർ ആനനെ ഓടിക്കാൻ വരുന്നുണ്ട്. അവർക്ക് ഇതുവരെ ശമ്പളം കൊടുക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ പല വാതിലും മുട്ടി, DFO അടക്കം CCF അടക്കമുള്ള ആളുകളോട് നമ്മൾ ഇതിനെപ്പറ്റി വിവരിച്ചു. പക്ഷേ ഇപ്പോഴും അവർക്ക് ശമ്പളം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മാസ് ഡിമാർട്ട് എരമലൂരിൽ എല്ലാത്തരം ഗൃഹോപകരണങ്ങൾക്കും അതിശയിപ്പിക്കുന്ന വിലക്കിഴിവ്. വേഗമാകട്ടെ, ഈ ഓഫർ ചുരുങ്ങിയ നാളുകൾ മാത്രം.